നമസ്കാരം. യദുവിൻ്റെ HMS വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയും എനിക്കും ഒരുവിധ സുഖം തന്നെ. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു സിമ്പിൾ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. അതായത് എന്നും ദോശയും ഇഡ്ഡലിയും പുട്ടും കൊഴുക്കട്ടയും എല്ലാം കഴിച്ച് മടുത്തു. അതുകൊണ്ട് ഇന്നൊരു പുതിയ വെറൈറ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റപ്പോൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെറൈറ്റി ഉപ്പുമാവാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമസ്കാരം. യദുവിൻ്റെ HMS വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയും എനിക്കും ഒരുവിധ സുഖം തന്നെ. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു സിമ്പിൾ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. അതായത് എന്നും ദോശയും ഇഡ്ഡലിയും പുട്ടും കൊഴുക്കട്ടയും എല്ലാം കഴിച്ച് മടുത്തു. അതുകൊണ്ട് ഇന്നൊരു പുതിയ വെറൈറ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു രാവിലെ എണീറ്റപ്പോൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെറൈറ്റി ഉപ്പുമാവാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് അവൽ ഉപ്പുമാവാണ്. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള മട്ട റൈസിൻ്റെ അവലാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഒരു കപ്പ് അവൽ എടുത്തു വച്ചിട്ടുണ്ട്. അത് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് തേങ്ങ ചെരികിയത്, ഈ മുളക്, കടു വറുക്കുന്നതിന് വേണ്ടിയിട്ട്. കടു വറുത്ത് ഉള്ളിയും ഈ പച്ചമുളകും ഇഞ്ചിയും കൂടെ ഞാൻ വറട്ടാൻ പോവുകയാണ്. അതിനിടയ്ക്ക് ഈ അവലിനെ ഒന്ന് കുതിർത്ത് വയ്ക്കുകയാണ്. കഴിയുണ്ട ഒന്ന് കുതിർത്ത് വയ്ക്കണം. അതാണ് കട്ടിയുള്ള അവല് തന്നെ വേണമെന്ന് പറഞ്ഞത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഞാനിതിനെ ഒന്ന് കുതിർത്ത് വയ്ക്കട്ടെ. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മുളകിട്ട് കടുക് ഇട്ട് പൊട്ടി ഇനി അതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ഇട്ട് നല്ല ഗോൾഡൻ കളറിൽ വറുക്കുകയാണ്. തേങ്ങ പിന്നീട് ചേർത്താൽ മതിയാവും. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ നനച്ച് വെച്ചിരിക്കുന്ന അവലാണ്. വെറും വെള്ളം ഒഴിച്ചിങ്ങനെ നനച്ച് വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ചേർക്കും. അതിലേക്ക് ലേശം ഉപ്പ് നീരൊഴിക്കുന്നു. കല്ലുപ്പിൻ്റെ നീരാണ്. ലേശം, വളരെ കുറച്ച് മതിയാവും ഇരിക്കുന്നു. അതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങായി ചേർക്കും. എന്നും ദോശ, ഇഡ്ഡലി, പുട്ട്, ആപ്പൊക്കെ കൊഴുക്കട്ടയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചെന്നു. ഇതിനോടൊപ്പം നമുക്ക് കറികളൊന്നും ഉപയോഗിച്ചില്ലാലും വെറുതെ കഴിക്കാം. പിന്നെ പഞ്ചസാര ചേർത്ത് കഴിക്കും. ഞാനിന്ന് കഴിക്കുന്നത് കൊണ്ട് കഴിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ കാണിച്ചു തരാം എന്താണ് ഇതിനോടൊപ്പം പിന്നെ കറിയായിട്ട് കൂട്ടാനായിട്ട് കഴിക്കുന്നത്. ഉണ്ടോ നോക്കട്ടെ. പാകമായിരിക്കും. ഞാൻ ഒരിക്കൽ ഒന്നെങ്കിലും കുറച്ച് അല്ലെങ്കിൽ പാകം കുറഞ്ഞാൽ നമുക്ക് കൂട്ടാമല്ലോ. കൂടിപ്പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ഇത് ടേസ്റ്റ് ആണെന്നറിയാമോ? കുറച്ച് കൂടുതൽ തേങ്ങ കൂടി ചേർക്കാം. ചെയ്യുവാനുള്ള മടി കൊണ്ട് ഞാൻ തേങ്ങയെല്ലാം വളരെ കുറച്ചാണ് എല്ലാത്തിനും ചേർക്കുന്നത്. എനിക്ക് ചെയ്യുവാനൊന്നും വയ്യാത്തതുകൊണ്ടേ. ഇതാ കണ്ട നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടാ. ഞാനിനി ഇത് കഴിക്കട്ടെ. ഇതിനോട് ഇപ്പോൾ ഞാൻ കൂട്ടാൻ എന്താണ് ആഡ് ചെയ്ത് കൂട്ടുന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. എൻ്റെ
അവലുപ്പുമാവ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. കാരണം നനച്ചെടുത്തതാണ്, കുതിർത്തതാണ്, ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ്. ഇതിലേക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കരപ്പൊടി. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. സാധാരണ പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നത്, ഇത് ശർക്കരപ്പൊടി ഇത് കുഴച്ച് കഴിക്കുമ്പോഴേക്കും ശർക്കരയുടെ മധുരവും അവലിൻ്റെ രുചിയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എരിവും ഉള്ളിയുടെ മണവും എല്ലാം കൂടെ ചേർന്നൊരു നല്ലൊരു ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതിനോടൊപ്പം കട്ടൻ ചായ, ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ.